നടനെ പലപ്പോഴും ടാർഗറ്റ് ചെയ്യുന്ന പോലെ റിവ്യൂസ് വരുന്നുണ്ട്. അതെ, ടാർഗറ്റ് നമ്മൾ ഡി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനിയാണ്. നമ്മളിപ്പോൾ ഒരു ഇത് 8 പടമായി, 8ാമത്തെ പടമാണ്. നമ്മൾ പടം ഫൈനാൻസ് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പടത്തിൽ ഇപ്പം റിവ്യൂസ് എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് ഓൺലൈൻ മീഡിയയിലെല്ലാം. അപ്പോൾ ഈ റിവ്യൂസ് എല്ലാം എന്തുകൊണ്ടാണ് ഈ റിവ്യൂവേഴ്സ് ഇത്ര അവരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഒരു ഉണ്ണി വ്ളോഗ്സ് എന്ന് പറഞ്ഞൊരു കക്ഷി അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു, എന്നിട്ട് അവസാനം പറയുകയും ചെയ്തത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, നിങ്ങൾ പടം കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നതാണ്. പക്ഷേ ബാക്കിയുള്ള റിവ്യൂവേഴ്സ് ഇതുപോലെ പേഴ്സണൽ ഒപ്പീനിയൻ അവരെടുത്ത് പറയുന്നില്ല. അവർ പടത്തിനെ ഇട്ട് ആക്ഷേപിച്ച് ഒരുപാട് പരിപാടികൾ ചെയ്യുന്നുണ്ട്. കുറേ പടങ്ങൾ ഇറങ്ങിയ ഒരുപാട് പടങ്ങൾ. നമ്മൾ പ്രൊഡ്യൂസേഴ്സ് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്, പ്രൊഡ്യൂസേഴ്സ് മാത്രമല്ല ആക്ടേഴ്സ് ആണെങ്കിലും ക്രൂ ആണെങ്കിലും എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ സിനിമ പിടിക്കുന്നത്. ഒരുപാട് നാളത്തെ ഹാർഡ് വർക്കാണ്. അപ്പോൾ ഇത് തരം തഴഞ്ഞ് ഇങ്ങനെ റിവ്യൂവേഴ്സ് പറയുന്നത് ഭയങ്കര ഒരു മോശമായൊരു കാര്യമാണ്. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് പടം പിടിക്കുന്നത്. അപ്പം നിങ്ങളാരും ഈ റിവ്യൂവേഴ്സിൻ്റെ ഒപ്പീനിയൻ കണ്ടിട്ടല്ല സിനിമ കണ്ടത്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തണം. അല്ലാണ്ട് റിവ്യൂവേഴ്സ് പറയുന്നത് അല്ല കേട്ടിട്ടല്ല പടം കാണേണ്ടത്. എൻ്റെ ശക്തമായ വിശ്വാസം അവർ ലോബിയാണെന്നാണ്. ഐ എം നോട്ട് റിയലി ഷുവർ, ബട്ട് ദിസ് ഇസ് വാട്ട് ഐ ഹാവ് ടു സേ. ഗോ വാച്ച് ദ ഫിലിം യുവർ സെൽഫ് ആൻഡ് ദെൻ ടെൽ യുവർ ഓണസ്റ്റ് ഒപ്പീനിയൻ ഓൺലൈൻ ഞാനൊക്കെ നല്ല കോൺഫിഡൻസ് ആയിരുന്നു സിനിമയിൽ. അപ്പോൾ അത് നിലനിർത്തിയിട്ടുണ്ടെന്ന് തന്നെയാണോ പറയുന്നത് സിനിമയിൽ? ഡെഫിനറ്റ്ലി. കാരണം ഈ പടം ഒട്ടും ഒരു മോശം പടമല്ല. ഇത് നല്ലോണം നല്ല സിറ്റുവേഷണൽ കോമഡീസ് ഒരുപാടുണ്ട്, കുറേ കോമ്പോസ് ഉണ്ട്, നല്ല രീതിയിൽ കോമഡി വരുന്ന രീതിയിൽ നല്ല ധ്യാനും ജീവയും രവിദർശൻ്റെ കോമ്പോസ് ആണെങ്കിലും പിഷാരടി പിന്നെ അജു വർഗീസിൻ്റെ കോമ്പോ ആണെങ്കിലും അവരൊരു ഗുഡ് കോപ്പ് ബാഡ് കോപ്പാണ് അത് കളിക്കുന്നത്. ബട്ട് ദാറ്റ് നോൾ ഇസ് വെരി വെരി നൈസ്. നല്ല കോമഡിയാണ്, നല്ല ഫണ്ണാണ്. തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഞാനിപ്പം ഇത് സെക്കൻഡ് ഷോ ആണ്, 2ാമത്തെ ഷോയിലാണ് വരുന്നത്. ഫസ്റ്റ് രാവിലത്തെ FDFSന് പോയായിരുന്നു. അപ്പോൾ ആ തിയേറ്റർ ഫുള്ളായിരുന്നു. അപ്പോൾ തിയേറ്റർ ഓബിയസ്ലി ഒരുപാട് പേര് ടിക്കറ്റ് എടുത്ത് വരും, എല്ലാവരുടെയും വരും, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബട്ട് പ്രേക്ഷകരെല്ലാവരും ഭയങ്കര ചിരിച്ചു, ഒരുപാട് ചിരിച്ചു. പല ഇൻസ്റ്റൻസസിലും ത്രൂ ഔട്ട് ദ ഫിലിം ചിരി ഉണ്ടായിരുന്നു. സിനിമയിൽ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ പ്രേക്ഷകർ നല്ലോണം ചിരിക്കുന്നുണ്ടായിരുന്നു. അത് ഇവിടെ ഞാൻ കണ്ടു, രാവിലെ ഷോയിനും കണ്ടു. അപ്പോൾ നിങ്ങളാരും ഈ റിവ്യൂവേഴ്സ് പറയുന്നത് കേട്ടിട്ടല്ല സിനിമ കാണേണ്ടത്. നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ പടം കണ്ടിട്ട് നിങ്ങളാണ് ഈ പടം വിലയിരുത്തേണ്ടത്, ഏത് പടമാണ്. സോറി, നോ നോട്ട് ലൈക്ക് ദാറ്റ്. ഓക്കെ, അത് അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾ പടം കണ്ടല്ലോ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുക, അതിനുള്ള റിവ്യൂ ഇടുക. കള്ളപ്പണം എടുത്ത് പിന്നെ സിനിമ എടുക്കുന്നതിനെ കുറിച്ചൊക്കെ ഇന്നലെ ഞങ്ങളുടെ മീഡിയ ഇതിനകത്ത് സംസാരിച്ചിരുന്നു. മോനും ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിനകത്തൊക്കെ ഞങ്ങൾ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയ പൈസയാണ്. ഇനിയിപ്പോൾ പോയാൽ എനിക്ക് അത് കള്ളപ്പണമാണെങ്കിലും വെള്ളപ്പണമാണെങ്കിലും അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ്. എന്ത് പണമാണെങ്കിലും ഞങ്ങൾ കള്ളപ്പണം ഉണ്ടാക്കുന്നതല്ല പറയുന്നത്, വൈറ്റ് മണി തന്നെയാണ്. പക്ഷേ സോ നിങ്ങൾ റിവ്യൂ ചെയ്യുക. നിങ്ങൾ പടത്തെക്കുറിച്ച് ചിന്തിച്ച് നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ല അഭിപ്രായം തരുക. അല്ലാതെ ഫോക്കസ്മാർ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് ഒന്നുമില്ല. ഒരു അതായത് പലപ്പോഴും ധ്യാൻ ശ്രീനിവാസന്റെ പടം ഇറങ്ങുമ്പോൾ പേഴ്സണലി ടാർഗറ്റ് ചെയ്യുന്നത് ധ്യാൻ ശ്രീനിവാസന്റെ പടത്തിൽ പേര് ചാർത്തി കൊടുക്കുന്ന ഈ റിവ്യൂവറാണ്. അത് ഇന്നലെ പറഞ്ഞത് ഒരു പോഷ്കത്തരമാണ്. പുള്ളിക്കാരൻ അങ്ങനൊന്നും പോകുന്ന ആളെന്നാണ് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, നിങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കാനായിട്ട് കുറേ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നത് ശരിക്കും തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഇത്ര നാൾ പറഞ്ഞു, ഞാൻ ഇത്രയും പടങ്ങൾ ചെയ്തു, ഞാനിപ്പോൾ ഇത് ഈ പടം എന്തായാലും പൊട്ടില്ല എന്ന് ശ്രീകാന്ത് കെട്ടിയാറിന്റെ റീലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഥവാ പൊട്ടിയാലും അല്ല, അതിന്റെ അല്ല, പൊട്ടട്ടെ പറയാൻ പാടില്ല. ധ്യാനിനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. We also feel that this film is a very good film. Yeah. So you guys should go watch the film and then tell your honest opinion. Do not rely on reviewers. പൈസ ചോദിക്കുന്നത് നിങ്ങൾ ആരോ ഒരാൾ പൈസ ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടാവും എന്തോന്ന് എനിക്ക് അറിയില്ല. ഞങ്ങൾ ഇവിടെ ഉള്ളവരല്ല. ഞങ്ങൾ സൗദി അറേബ്യയിൽ 86 മുതലുള്ള ആൾക്കാരാണ്. ഇവിടെ 8 പടം എടുത്തിട്ടുണ്ട്. എല്ലാം നല്ലപോലെ പോയിട്ടുണ്ടെന്നാണ് നമ്മളെ വിശ്വാസം. ഞങ്ങളെടുത്ത ട്യൂമെൻ എന്ന് പറഞ്ഞ പടം ഓടാത്തത് ഇതുകൊണ്ട് തന്നെയാണ്. എന്താ ഈ പറഞ്ഞ ചോദിച്ചമാർക്ക് ഞങ്ങൾ ബൈ പറഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഏതാ അതെ, ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പലരും. അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്താൽ അങ്ങനെ അത് നമുക്ക് തോന്നുന്ന പേഴ്സണൽ, അഗൈൻ ഞാൻ പറയാം, പേഴ്സണൽ ഒപ്പീനിയനാണ് നമ്മളോട് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ അടിച്ചേൽപ്പിച്ച് നമ്മുടെ അഭിപ്രായം ആളിനെ അടിച്ചേൽപ്പിക്കുകയല്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇത് ടാർഗറ്റഡ് ആണെന്ന് തന്നെയാണ് എൻ്റെ ശക്തമായ വിശ്വാസം.
അല്ല അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയാം. ഇല്ല അങ്ങനെ ചുമ്മാ ചോദിച്ച് ഇങ്ങനെ ഒരു അല്ലാത്ത കാര്യങ്ങൾ ചോദിച്ചോളൂ, കാര്യങ്ങൾ പറയാം. അല്ലാതെ ആര് പൈസ വാങ്ങിച്ചെന്നോ മറ്റേതൊന്നും ചോദിക്കുന്നത് ഇറ്റ്സ് നോട്ട് ഗുഡ്, റൈറ്റ്? ഇന്നലത്തെ കള്ളപ്പടം എന്ന് പറഞ്ഞ സംഭവം ഇന്ന് സിനിമയെ ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓഫ് കോഴ്സ് ബാധിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോഴും എല്ലായിടത്തും നല്ല റിവ്യൂ തരുന്നുണ്ട്. ചിലരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് ഇവിടുത്തെ സിസ്റ്റം ഒന്നും അറിയില്ല. ഞങ്ങൾ NRIs എടുത്ത ഒരു മൂവിയാണ്. അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങളുടെ ഒരു ഇതാണ് അല്ലേ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത രീതിയിലുള്ള റിവ്യൂ ഇട്. പടം നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല പടം നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തൂടെ? ഇതാണ് വേണ്ടത്. ചിലരൊക്കെ നിങ്ങൾ ചോദിച്ചതുപോലെ ഓണസ്റ്റ് റിവ്യൂസ്, അതായത് നല്ല റിവ്യൂസും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അത് ആരും സോഷ്യൽ മീഡിയയിൽ അധികം ഷെയർ ചെയ്തിട്ടില്ല. ഡി ഗ്രൂപ്പിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി കഴിഞ്ഞാൽ കാണാം അത് എന്തൊക്കെ നല്ല റിവ്യൂസ് വന്നിട്ടുണ്ടെന്നുള്ളത്. ഈ നെഗറ്റീവ് മാത്രം എടുത്ത് തള്ളിക്കയറ്റി കിട്ടി വിടുകയാണ്. അതാണ് ഈ ഏറ്റവും വലിയ പ്രശ്നം. അത് ചെയ്യാൻ പാടില്ല. ചില മീഡിയാസൊക്കെ ചെയ്തവരെ ഞാൻ വിളിച്ച് സംസാരിച്ച് അവർക്ക് മനസ്സിലായി പല കള്ളത്തരങ്ങളും പലതും ഇന്ന് രാവിലത്തെ ഷോയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പോകണമെന്നുണ്ടെങ്കിൽ പോയി, പക്ഷേ അതിനുള്ള സമയമൊന്നും നമുക്കില്ല. നമ്മളിവിടെ കിടന്ന് ഉറപ്പായിട്ടും അങ്ങനെ സ്ട്രോങ് ആയിട്ട് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിയമപ്രകാരം തന്നെ പോകും, അല്ലാതെ ഒരു കാണിക്കാൻ പോകുന്നു. റിവ്യൂവർ ഒരു സിനിമയ്ക്ക് മോശം റിവ്യൂ ഇടാതെ ഡിലീറ്റ് ചെയ്ത ഒരു വ്യക്തി കൂടിയാണ്. ഇതുപോലെ അശ്വന്ത് ഗോഖലെ എന്ന് പറയുന്ന ഒരു റിവ്യൂവർ ആ ഇട്ട റിവ്യൂ റിമൂവ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അത് ഞങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല. പുള്ളിക്ക് തന്നെ തോന്നി കാണുമായിരിക്കും. അല്ലാതെ ഞങ്ങൾ വരട്ടാനോ അല്ലെങ്കിൽ പിന്നെ കാശ് കൊടുക്കാനോ ഒന്നുമില്ല, പോകാൻ താല്പര്യമില്ല. നമുക്ക് ആരോടും ബാധിക്കുന്നതെല്ലാം ചെറിയ സിനിമകളെ, വലിയ സിനിമകളെ ഞങ്ങളുടെ ചെറിയ സിനിമയാണല്ലോ. ഞങ്ങൾ വലിയ പടം എടുത്തിട്ടുള്ള ആൾക്കാരുമാണ്. അപ്പൊ ഇങ്ങനെ ചെറിയ സിനിമകൾ ടാർഗറ്റ് ചെയ്യുന്നത്. ചെറിയ സിനിമയിൽ ചെറിയ ബഡ്ജറ്റിൽ കുറേ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പുറത്തു കൊണ്ടുവരുന്ന ഒരുപാട് നാളത്തെ ഹാർഡ് വർക്കാണ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അത് ഇങ്ങനെ അത് അടിച്ചാക്ഷേപിക്കുന്നത് ഭയങ്കര മോശമാണ്. അത് ഇറ്റ് ഷുഡ് ചേഞ്ച്. ദി സിസ്റ്റം ഷുഡ് ചേഞ്ച് ഇസ് വാട്ട് ഐ ഫീൽ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇതാരുടെ മൈക്ക്